ജനവാസ മേഖലകളിൽ നിന്ന് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്നു. മുള്ളരിങ്ങാട്, ചാത്തമറ്റം തുടങ്ങിയ ജനവാസ മേഖലകളിൽ 4 വർഷത്തോളമായി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ ഫോറസ്റ്റ് അധികാരികളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് ഉൾക്കാട്ടിലേക്ക് കടത്തുന്നത്. മുള്ളരിങ്ങാട്, ചുള്ളിക്കണ്ടം, പാച്ചേറ്റി, അള്ളുങ്കൽ, തേൻകോട്, ചാത്തമറ്റം, കടവൂർ, പുന്നമറ്റം മുതലായ ജനവാസ മേഖലകളിൽ നാട്ടുകാരുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി 4 വർഷത്തോളമായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് കടത്താനാണ് തീരുമാനം. നവംബർ 30, ഡിസംബർ 1 തീയതികളിലായാണ് കാട്ടാനക്കൂട്ടത്തെ തുരത്തുന്നത്. കാട്ടാനയുടെ ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം അതിരൂക്ഷമായി ജനജീവിതം തന്നെ പ്രയാസമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിലാണ് ഈ വിഷയം പലവട്ടം അധികാരികൾക്ക് മുന്നിൽ ഉന്നയിക്കുകയും അതിന് പരിഹാരം കാണാൻ പരിശ്രമിക്കുകയും നിരവധി നീക്കങ്ങൾ നടത്തുകയും ചെയ്തിട്ടൊന്നും ഫലപ്രദമായ ഒരു സൊല്യൂഷൻ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇന്ന് ഏറ്റവും ഒടുവിലായി ഈ ആനകളെ ഈ മേഖലയിൽ നിന്നും തുരത്തി പായിക്കുന്നതിനുള്ള ഒരു പരിശ്രമം നമ്മൾ നടത്തുകയാണ്. 9 ആനകൾ ഈ പ്രദേശത്ത് ഇരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ആനകളെ തുരത്തി ഈ മലയുടെ അങ്ങേവശത്തേക്ക് അയക്കാനുള്ള ഒരു പരിശ്രമമാണ് നടന്നത്. ഫോറസ്റ്റ് അധികാരികളുടെയും പഞ്ചായത്ത് അധികൃതരുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്തുന്ന പ്രവൃത്തികൾ നടക്കുന്നത്. സമാനതകളില്ലാത്ത അപകടങ്ങൾ പതിയിരിക്കുന്ന വനമേഖലകളിലെ റോഡുകളിലേക്ക് ഈ ദിവസങ്ങളിൽ പൊതുജനങ്ങളുടെ പ്രവേശനവും നിരോധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി. മൂവാറ്റുപുഴ MLA ഡോക്ടർ മാത്യു കുഴൽനാടൻ, കവളങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CB മാത്യു, വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA മനോജ്, കവളങ്ങാട് പഞ്ചായത്ത് 13ാം വാർഡ് മെമ്പർ രാജേഷ് കുഞ്ഞുമോൻ, 14ാം വാർഡ് മെമ്പർ തോമാച്ചൻ ചാക്കോച്ചൻ, മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസർ ടോമിൻ അരഞ്ഞാണിൽ, ASK ജോജോ തോമസും സംഘവും നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.